ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സിറ്റ് ഔട്ടിലും ഡബിൾ കനം ഒട്ടിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടിക്കുന്നതിനായിട്ട് ഇന്നൊരു ഗമ്മിനെ പരിചയപ്പെടാം. MYK ലാറ്റിക്രേറ്റിൻ്റെ ലാറ്റ എപ്പോക്സി സ്പോട്ട് ബോണ്ടിങ് അഡിസീവ് ആണ് 310. അപ്പോൾ അതിൻ്റെ 1:1 ആയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു ക്രീം കളറാണ് അതിന്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് പിഗ്മെൻറ്റ് എപ്പോക്സിക്ക് ചേർക്കുന്ന പിഗ്മെൻറ്റ്, അത് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്, നമ്മുടെ ഗ്രാനൈറ്റിൻ്റെ കളർ പോലെ തന്നെ ഉചിതമായ രീതിയിൽ ചേർത്ത് ബ്ലാക്ക് ആക്കിയിടാം. അതാകുമ്പം ഡബിൾ കൻ ഒട്ടിക്കുമ്പോൾ അറിയില്ല. നമ്മൾ പണ്ടൊക്കെ ഒട്ടിക്കുന്നത് എയറാൾഡേറ്റ് വെച്ചാണ്. എയറാൾഡേറ്റ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഫില്ലിങ്ങും ഒക്കെ അത്ര സെറ്റപ്പ് അല്ല. അപ്പോൾ നന്നായിട്ട് ഫുള്ളായിട്ട് തന്നെ ഗ്രിപ്പുള്ള സൈഡിൽ വേണം ചെയ്യാനായിട്ട്. ഗ്ലേസിംഗ് ഉള്ള ഭാഗം അടിയിലേക്കാണ് നമ്മൾ വയ്ക്കുന്നത്. അതേപോലെ എന്നിട്ട് ഇച്ചിരി തിക്കായിട്ടുള്ള ഗമ്മാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എഡ്ജിൽ ഫില്ല് ചെയ്യാനായിട്ടും എളുപ്പമുണ്ട്. അപ്പോൾ അടി നന്നായിട്ട് ഒട്ടിക്കുമ്പോഴത്തേക്ക് ഗ്രാനൈറ്റിൻ്റെ അടിഭാഗം നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഒട്ടിക്കുക. ശേഷം ഇതേപോലെ ഫില്ല് ചെയ്യാനായിട്ട് ഈ MYKയുടെ ലാറ്റിക്രേറ്റിൻ്റെ ബോണ്ട് സ്പോട്ട് നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കും. ഒലിച്ച് റളേറ്റ് പോലെ പോകത്തില്ല. നമ്മൾ ഒട്ടിച്ച് ഏകദേശം ഫുള്ളായിട്ട് തന്നെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ശേഷം നന്നായി നമുക്ക് സാൻഡർ ഉപയോഗിച്ച് പോളിഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിക്നെസ്സിന് സിംഗിൾ കനമാകുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളുണ്ട്. കാണാൻ ഭംഗി കൂട്ടുന്നതിനാണ് നമ്മൾ മെയിനായിട്ട് സിറ്റ് ഔട്ടിൽ സ്റ്റെയർ ഗേഴ്സിലൊക്കെ ഇതേപോലെ ഡബിൾ കനം ഒട്ടിക്കുന്നത്. നമ്മൾ സാൻഡറിലാണ് പോളിഷ് ചെയ്യുന്നത്. പല 0 മുതലുള്ള പാടുകളുണ്ട്. അത് ഫുള്ളായി തന്നെ അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ടോപ്പിലേതുപോലെ തന്നെ സൈഡിൽ നല്ല ഗ്ലേസിംഗ് ആയിട്ട് ജോയിൻ്റ് ഒട്ടും അറിയാത്ത വിധം നമുക്ക് കൃത്യമായി തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ ഡബിൾ കനം ഉള്ളത് കൊണ്ട് തന്നെ കാണാൻ സ്റ്റെയർ ഗേഴ്സിനായാലും അഥവാ സിറ്റ് ഔട്ടിന് കിച്ചൺ സ്ലാബിനൊക്കെ ആയാലും നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗി ഉണ്ടാവും. എഡ്ജിന് നല്ല കട്ടി വരുമ്പോൾ തന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. അതേപോലെ നമ്മൾ എഡ്ജിൽ ത്രിബിൾ കണവും വെക്കാറുണ്ട്. അപ്പോൾ അതിൽ സ്റ്റിപ്പ് വർക്കും ചെറിയ ചെറിയ പീസുകളൊക്കെ വെച്ച് ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല താമസവും വരും. പക്ഷെ അതിൻ്റേതായ ഒരു ഭംഗി അതൊന്നും വേറൊന്നും തന്നെയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വന്നിരുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.